ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ ഫലമായി പ്രതിപക്ഷം ഇപ്പോൾ സഭ തന്നെ തടസ്സപ്പെടുത്തുക എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണല്ലോ പ്രതിപക്ഷം അടിയന്തര പ്രമേയം സാധാരണ കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്ന 4 അടിയന്തര പ്രമേയം 6 ദിവസത്തിനുള്ളിൽ ഈ സഭ ചർച്ച ചെയ്തു. 17 അടിയന്തര പ്രമേയങ്ങൾ ഈ നിയമസഭയുടെ കാലയളവിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തു. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്ത സഭയാണ്. അതിന് ധൈര്യം കാണിച്ച ഗവൺമെൻറ്റാണ് ഇപ്പോഴുള്ളത്. ഇപ്പം നമ്മൾ കാണുന്നത് ആത്മവിശ്വാസത്തോടു കൂടി ഏത് വിഷയവും ചർച്ച ചെയ്യാം അതിന് സന്നദ്ധത കാണിക്കുന്ന ഗവൺമെൻറ്റും ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്ന പ്രതിപക്ഷവുമാണ്. ഇപ്പോൾ ചർച്ചയിൽ തോറ്റതിന് നടുത്തളത്തിൽ എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ രീതി. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് പറയുന്നത് പോലെ ചർച്ചയിൽ തോറ്റതിന് നടുത്തളത്തിൽ. ഇതാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്ന സമീപനം. ഈ സഭാ സമ്മേളനം ആരംഭിച്ച ശേഷം എന്തെല്ലാം നാടകങ്ങൾ പ്രതിപക്ഷം പയറ്റി നോക്കി. 2 പേരെ സത്യാഗ്രഹം ഇരുത്തുന്നതായിട്ട് പ്രഖ്യാപിച്ചു. അത് പോലീസ് നയം ആകെ മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. ഇപ്പോൾ പോലീസിലെ പ്രശ്നങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ്. സത്യാഗ്രഹം ഇരുത്തുന്ന കാര്യം സഭയിൽ പ്രഖ്യാപിച്ചു, പുറത്തും പ്രഖ്യാപിച്ചു. സത്യാഗ്രഹം ഇരുന്ന ആരും അറിയാതെ ഇപ്പോൾ തിരിച്ച് സഭയിൽ വന്നിരിക്കുന്നത്. എന്തടിസ്ഥാനത്തിൽ നിർത്തി, എന്തടിസ്ഥാനത്തിലാണ് അവരെ തിരിച്ച് സഭയിൽ വന്നത് എന്നതൊന്നും പ്രതിപക്ഷ നേതാവ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ ഒരു നാടകം പൊളിയുമ്പോൾ അടുത്ത നാടകം എന്നതാണ്. സത്യാഗ്രഹ നാടകം പൊളിഞ്ഞപ്പോൾ ഈ ഒറ്റ മാർഗമേ ഉള്ളൂ, നാടകം നടുത്തളത്തിൽ അവതരിപ്പിക്കുക എന്നതാണ്. ഇപ്പൊ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുക എന്നുള്ളതൊക്കെ അപൂർവങ്ങളും തർക്കപൂർവ്വം കേരള നിയമസഭയിൽ പ്രഖ്യാപിച്ചു. അത് നോട്ടീസ് പോലും കൊടുക്കാതെ സാധാരണഗതിയിൽ ഒരു നോട്ടീസ് കൊടുത്ത് ചർച്ച ആവശ്യപ്പെട്ട് അതിന് തയ്യാറാവാതെ വരുമ്പോൾ തടസ്സപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല. ഇത് എല്ലാ ആത്മവിശ്വാസവും നഷ്ടപ്പെട്ട, എല്ലാ തരത്തിലുമുള്ള സമനില തെറ്റിയ പ്രകടനങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷം നിയമസഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണ്. പ്രതിപക്ഷ നേതാവ് തന്നെ ഇപ്പോൾ പറയുന്നത് കേട്ടു, രാഷ്ട്രീയകാര്യ സമിതി യോഗമുണ്ട്. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും സൗകര്യമൊരുക്കുക എന്നതുകൂടിയായിരിക്കും ഉദ്ദേശം. ഇവിടെ ഇരുന്നാൽ എന്തായാലും പ്രതിപക്ഷം തുറന്നു കാണിക്കപ്പെടും. അപ്പോൾ വേഗം തടസ്സപ്പെടുത്തി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പങ്കെടുക്കാം എന്നതാണ് പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ള സമീപനം എന്ന് തോന്നുന്നു. അപ്പോൾ 188 ദിവസം ഈ സഭ ചേർന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് 9 ദിവസം മാത്രമാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാതിരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുന്ന പ്രതിപക്ഷം ഇത്രയും പ്രധാനപ്പെട്ട വിഷയമാണ്, അവർക്ക് അത്ര ധൈര്യമുണ്ട് എങ്കിൽ എന്തേ നോട്ടീസ് കൊടുക്കാതിരുന്നു? ഒരു സബ്മിഷൻ നോട്ടീസ് പോലും കൊടുത്തിട്ടില്ലല്ലോ. സബ്മിഷനായിട്ട് ഉന്നയിക്കാൻ സാധാരണ അടിയന്തര പ്രമേയം ഇനി അഥവാ അനുവദിച്ചില്ലെങ്കിൽ പോലും ചിലപ്പോൾ സബ്മിഷനായിട്ടൊക്കെ ഉന്നയിക്കാൻ ചെയർ അനുവാദം കൊടുത്ത ചരിത്രമുണ്ട്. അതുപോലും കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം ഒരു പുകമറ ഇങ്ങനെ നിർത്തുക എന്നതാണ്. എങ്ങാനും ചർച്ച ചെയ്താൽ പിന്നെ ഈ ആയുധം അതോടെ അവസാനിച്ചത്. അപ്പോൾ ഈ പുകമറ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം ശ്രമിച്ചിട്ടുള്ളത്. നോട്ടീസ് കൊടുക്കാതെ സർക്കാർ സന്നദ്ധമാവില്ല എന്ന് പറയുന്നതിന് എന്താണ് അർത്ഥം? അത് കൊടുത്തത് എന്നാ സെപ്റ്റംബർ 19-നാണ്. പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുശേഷം അത് സഭയിൽ സഹകരിച്ചല്ലോ. അല്ല, ഞാൻ പറയുന്നത് സെപ്റ്റംബർ 19-ന് നോട്ടീസ് കൊടുത്തു. അന്ന് അത് ചെയർ തള്ളി, സ്പീക്കർ അത് തള്ളി. അതിനുശേഷം സഭ നടന്നില്ലേ, സഭയിൽ സഹകരിച്ചല്ലോ. ഇനി പുതിയ സാഹചര്യമുണ്ട് എന്നാണെങ്കിൽ പുതുതായിട്ട് നോട്ടീസ് കൊടുക്കില്ലേ സാധാരണ ചെയ്യാം. അല്ല, അന്ന് തള്ളിയതിൽ അവർക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് പിന്നെ സഭ സ്തംഭിപ്പിക്കുമായിരുന്നു. പിന്നീട് പ്രതിഷേധിക്കുമായിരുന്നു. സ്തംഭിപ്പിച്ചില്ലെങ്കിലും തുടർച്ചയായി പ്രതിഷേധിക്കുമായിരുന്നു. അത് കഴിഞ്ഞു പിന്നെ സാധാരണഗതിയിൽ സഭാ നടപടിക്രമങ്ങൾ നടന്നു. ഇപ്പോൾ ഇന്ന് പുതുതായിട്ട് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പുതിയ നോട്ടീസ് കൊടുക്കില്ലേ ചെയ്യാം. ഞാൻ ചോദിക്കും, നോട്ടീസ് കൊടുക്കുന്നതിന് ചെലവ് വല്ലതുണ്ടോ?
ഇതിനു മുമ്പ് ഇതുപോലുള്ള വിഷയങ്ങൾ പല നിലയിൽ പ്രതിപക്ഷം വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അല്ല, നോട്ടീസിൽ അല്പം ഭേദഗതി വരുത്തി കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. നോട്ടീസിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് അതെല്ലാ പ്രതിപക്ഷവും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോഴും ചെയ്തിട്ടുണ്ട്, അവർ പ്രതിപക്ഷത്തിരുന്നപ്പോഴും ചെയ്തിട്ടുണ്ട്. അല്ല, അവർക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു നോട്ടീസ് കൊടുത്തിട്ടല്ലേ പ്രതിഷേധം കൊണ്ടുവരിക. ഒരിക്കൽ തള്ളിയ വിഷയം പിന്നെ എങ്ങനെയാണ് നോട്ടീസ് കൊടുക്കുക എന്നറിയാതിരിക്കാൻ മാത്രമുള്ള പാർലമെന്ററി അനുഭവം ഇല്ലാത്തവരൊന്നല്ല അവർ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് പലതും. സർക്കാരിന് ഒരാത്മവിശ്വാസക്കുറവുമില്ല. എന്തുകൊണ്ടാണ്? അന്ന് കോടതി സർക്കാരിൻ്റെ മുമ്പിൽ ഒരു ഉത്തരവിട്ടിരുന്നു. കോടതി പറഞ്ഞത് ബഹുമാനപ്പെട്ട മന്ത്രി ആ കാര്യങ്ങളെല്ലാം പറയും. അത് ഒരു റിപ്പോർട്ട് അല്ലേ, അത് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി ആ കാര്യം റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അത് കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ട സമയത്ത് നിയമസഭയിൽ ചർച്ച ചെയ്യുന്നത് അന്നത്തെ സാഹചര്യത്തിൽ ഉചിതമല്ല എന്നുള്ളതായിരുന്നു കാര്യം. ബാക്കി കാര്യങ്ങൾ ദേവസ്വം മന്ത്രി പറയേണ്ട കാര്യങ്ങൾ അദ്ദേഹം പറയും. ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി സൂചിപ്പിച്ച പാർലമെന്ററി നടപടിക്രമങ്ങളുടെ ഉയർന്ന രൂപം അദ്ദേഹം പറഞ്ഞു. ചോദ്യോത്തരവേള പാർലമെന്ററി ജനാധിപത്യത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു രംഗമാണ്. അത് സാധാരണഗതിയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും നന്നായി പ്രയോജനപ്പെടുത്തി എല്ലായ്പ്പോഴും പാർലമെന്ററി പ്രവർത്തനത്തെ ഏറ്റവും ജനാധിപത്യവൽക്കരിക്കുന്ന രൂപത്തിലേക്ക് എത്തുന്ന എനിക്കൊരു സാധാരണഗതി ഒരു പ്രതിപക്ഷവും അത് തടസ്സപ്പെടുത്താറ്. ഇവിടെയാവട്ടെ ഇന്നെടുത്ത സമീപനം മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഒരു തരത്തിലുള്ള നോട്ടീസോ ഒരു തരത്തിലുള്ള മുന്നറിയിപ്പോ ഒന്നുമില്ലാതെ ചോദ്യോത്തരവേളയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇതുവരെ എടുത്തു വന്ന അടിയന്തര പ്രമേയങ്ങളിലെല്ലാം തങ്ങൾക്ക് പരാജയം സംഭവിച്ചു എന്നുള്ളതുകൊണ്ട് അവർ ഈ രംഗത്ത് പുതിയൊരു രൂപത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി വലിയ രൂപത്തിലുള്ള ഒരു ശ്രമം നടത്തിയതിൻ്റെ പാഴ്വേലയാണ് ഇന്ന് സഭാതലങ്ങളിൽ കാണുന്നത്. ഇല്ലെങ്കിൽ എല്ലാവരും എനിക്കും നിങ്ങൾക്കും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാം അറിയാം, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പാകെ നിലനിൽക്കുന്ന ഒരു വിഷയം. മുമ്പ് സ്പീക്കർ അവതാനുമതി നിഷേധിച്ചത് ആ കാര്യം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. കോടതി ആ വിഷയത്തിൽ ഇടപെട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടു. 30-ാം തീയതി റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. സെപ്റ്റംബർ 30. ആദ്യത്തെ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ കോടതി ഈ കാര്യത്തിൽ ഉണ്ടായ സംശയത്തോടു കൂടിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൂടുതൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേവസ്വം വിജിലൻസ് SP-യെയും ടീമിനെയും ചുമതലപ്പെടുത്തി. ആ അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് നാളെയോടുകൂടി റിപ്പോർട്ട് കൊടുക്കുമെന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടത്. ഇത്തരം ഒരു ഘട്ടത്തിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ വെളിയിൽ വരേണ്ടതുള്ളതുകൊണ്ട് 1998 വിജയവല്ലി ഇത് സമർപ്പിച്ച ഘട്ടം മുതൽ ഉള്ള കാര്യങ്ങളെ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന പ്രൊപ്പോസൽ സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖാന്തരം കോടതിയുടെ മുമ്പിൽ ധരിപ്പിക്കാൻ അവർ തീരുമാനമെടുത്ത് കൊടുക്കുകയും ചെയ്തു. ആ സമഗ്രമായ അന്വേഷണം കൃത്യമായി ഗവൺമെന്റുമായി തന്നെ ആശയവിനിമയം നടത്തി ഞങ്ങൾ നിർദ്ദേശിച്ചു കൃത്യമായി ഇത് വെളിയിൽ വരണം. ഒന്നുകിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അതല്ലെങ്കിൽ നമ്മുടെ കേരള പോലീസിലെ ക്രൈംബ്രാഞ്ച്, അല്ലെങ്കിൽ വിജിലൻസ്, ഏത് തരത്തിലുള്ള ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിക്കുന്ന ഈ ഉന്നത ഒരു ടീം ഇത് അന്വേഷിച്ച് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അത് വെളിയിൽ വരണം. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖാന്തരം കോടതിയെ ധരിപ്പിക്കാൻ തീരുമാനം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളെ ഇത്തരം റിപ്പോർട്ടോടെ കൊടുത്തു കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് വരും. ഒരു കാര്യം ഇവിടെ നിങ്ങൾ പ്രത്യേകമായി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിച്ച് ശ്രദ്ധപ്പെടുത്തുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയിൽ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം, പ്രത്യേകിച്ച് സ്വർണം വെള്ളി വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴെല്ലാം കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ അത്തരം കാര്യങ്ങളിൽ അവർക്ക് തീരുമാനമെടുത്ത് പോകാൻ മുന്നോട്ട് കഴിയും. കോടതിയുടെ അനുമതി വാങ്ങിച്ചുകൊണ്ട് മാത്രമേ ആ പ്രവർത്തനം എല്ലാം പെടാൻ കഴിയും. അതുപോലെ പൊതുമരാമത്തിൻ്റെതാണെങ്കിൽ ഒരു നിശ്ചിത തുകയ്ക്ക് മുകളിലുള്ളതെല്ലാം കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ ചെയ്യാൻ കഴിയൂ. അപ്പോൾ യഥാർത്ഥത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണരംഗത്ത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നല്ല നിരീക്ഷണവും അതോടെ തന്നെ ഇടപെടലും എല്ലായ്പ്പോഴും ഉണ്ട്. അങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കോടതി ഒരു വിഷയത്തിൽ ഉത്തരവിട്ട അന്വേഷണം തിരിച്ചു വാങ്ങുന്നതിന് അതിന് പുറമെ മറ്റൊരു ഉത്തരവ്
വിശ്വാസമില്ലാത്ത വിധത്തിൽ ഗവൺമെന്റ് ഇതിൽ മറ്റൊരു ഉത്തരവിടുന്നത് സാമാന്യ നീതിക്ക് നമുക്കറിയാം നമുക്ക് യുക്തിക്ക് യോജിക്കുന്നതല്ല. അതുകൊണ്ട് കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷം ആ ഉത്തരവിന് വിധേയമായി ഏത് തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്ക് പോകാൻ ഗവൺമെന്റ് തയ്യാറാണ് എന്ന് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. പ്രധാനപ്പെട്ട പ്രശ്നം യഥാർത്ഥത്തിൽ പ്രതിപക്ഷം തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലേക്ക് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട കാര്യം, യഥാർത്ഥത്തിൽ പ്രശ്നം ഇവിടെ ഉന്നയിക്കപ്പെടുന്നത് 2019 2019 ഇത് പുനരുദ്ധാരണ പ്രവർത്തനത്തിന് വേണ്ടി കൊടുത്തയച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വിദ്വാന്റെ കയ്യിലാണ്. ഈ വിദ്വാൻ തന്നെയാണ് ഇപ്പോ ഏതാണ്ട് നമ്മുടെ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന്റെ 3 ദിവസം മുമ്പ്, അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ 17-ാം തീയതി, ഒരു ചാനൽ മുഖാന്തരം 4 കിലോ കാണാനില്ല എന്ന് പറയുന്ന ആ സംശയം ഉയർത്തിക്കൊണ്ടുവരുന്നു. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആ സംശയം അത് കൃത്യമായി കോടതി നിരീക്ഷിക്കുകയും കോടതി അത് സംബന്ധിച്ച് അന്വേഷിക്കാൻ പറഞ്ഞ് പരിശോധിച്ചപ്പോൾ വിജിലൻസ് പരിശോധിച്ചപ്പോൾ കണ്ടെടുത്ത് വിടുന്ന ഈ ആക്ഷേപം ഉന്നയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ഇതെടുത്തത്. ആ സഹോദരിയുടെ വീട്ടിൽ എങ്ങനെയാണ് എത്തിയത്? വിജിലൻസ് തന്നെ വിശദീകരിച്ചതനുസരിച്ച് വാസുദേവൻ എന്ന് പറയുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത മിത്രമായ അല്ലെങ്കിൽ കൂട്ടുകച്ചവടക്കാരനായ വാസുദേവന്റെ കയ്യിലാണ് ഇത് സൂക്ഷിക്കാൻ കൊടുത്തത് 4 വർഷമായി. ആ 4 വർഷത്തിന് ശേഷം ഇത് പുറത്തു വരുന്ന എപ്പോഴാണ്? ഇത് സംബന്ധിച്ച് കോടതി ഉത്തരവിട്ട് വിജിലൻസ് അന്വേഷണം വന്നതിന് ശേഷം. അപ്പോൾ ആ വിജിലൻസ് അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ വാസുദേവൻ ഇപ്പോൾ കൊടുത്ത വിജിലൻസ് വിശദീകരിച്ചതിന്റെ റിപ്പോർട്ട് നാളെ കോടതി കൊടുക്കുന്നുണ്ടല്ല, നമുക്ക് വെളി വരും. അപ്പോൾ കാര്യങ്ങളെല്ലാം അറിയാം. ഏതായാലും കണ്ടെടുത്തത് പരാതി ഉന്നയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ്. അവിടെ എന്തായിരുന്നാലും ഭരണപക്ഷം ആരും കൊണ്ട് ഇത് വയ്ക്കും. ഈ പറയുന്ന പ്രതിയാകുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ ഭരണകക്ഷിക്കാരെന്ന് കൊണ്ട് കൊടുക്കൂ. അപ്പോൾ യാഥാർത്ഥ്യബോധത്തോടുകൂടി ഒരു പ്രശ്നത്തെ കാണുന്നതിന് പകരം പുതിയ സാഹചര്യത്തിൽ എന്തോ സംഭവിച്ചു എന്ന രൂപത്തിലേക്ക് പ്രചരണം ഉയർത്തിക്കൊണ്ടുവരുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ വലിയ രൂപത്തിലുള്ളൊരു മേന്മ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉന്നയിച്ച കാര്യങ്ങളിൽ വരികയും അത് ഭക്തജനങ്ങളിൽ സ്വീകാര്യത ഉറപ്പാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അതിന്റെ ശോഭ കെടുത്താൻ കഴിയുമോ എന്നൊരു പാഴ്ശ്രമത്തിന്റെ പാഴ്വേലയാണ് യഥാർത്ഥത്തിൽ പുതിയതായി ഇപ്പോഴത്തെ പ്രശ്നം എന്ന രൂപത്തിൽ അതാവുന്നത്. ഇപ്പോഴത്തെ പ്രശ്നം കോടതി അംഗീകരിച്ചു. നിങ്ങൾ ആ റിപ്പോർട്ട് എടുക്ക്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 2025 കൊടുത്തയച്ച വിഷയത്തെ സംബന്ധിച്ചോളം കൃത്യമായി പ്രോപ്പറായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഒന്ന്, അത് തീരുമാനം എടുക്കുന്നത് തന്ത്രിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തതിന് സംബന്ധിച്ച് കൃത്യമായി അജണ്ടകൾ വെച്ച് ചർച്ച ചെയ്ത് ശാസ്ത്രീയമായ നിലപാടുകൾ സ്വീകരിച്ച് ക്യാമറയിലാണ് ഇത് കൃത്യമായി പകർത്തിക്കൊണ്ടാണ് ഇത് എടുക്കുന്നത്. ആ എടുക്കുന്ന സമയത്ത് ബ്ലാക്ക് സ്മിത്ത് ഉണ്ട്, ശാന്തിമാരുണ്ട്, തന്ത്രികളുണ്ട്, അവിടുത്തെ ഉദ്യോഗസ്ഥ പ്രമുഖരുണ്ട്, സെക്യൂരിറ്റിക്കാരുണ്ട്, ദേവസ്വം പോലീസുണ്ട്, വിജിലൻസ് ഉണ്ട്. ഇതെല്ലാം ക്യാമറയിൽ പകർത്തി കൊണ്ടുപോകുന്നതും ആ തരത്തിൽ യൂണിഫോംധാരികളായ ആളുകളുടെ കയ്യിൽ കൊണ്ടുപോയി സ്ഥലത്ത് കൃത്യമായി ചെയ്തതിനു ശേഷം തിരിച്ച് ഈ സംശയം ഉന്നയിച്ചപ്പോൾ കോടതി പരിശോധിക്കാൻ പറഞ്ഞു. പരിശോധിച്ച് കൃത്യമായ റിപ്പോർട്ട് കണ്ടപ്പോൾ കോടതി അത് പ്രോപ്പറാണ്, അത് അംഗീകരിക്കുകയും ചെയ്തു. അതിനിടയ്ക്ക് നിങ്ങൾ താല്പര്യത്തിലേക്ക് പോവാതെ ഞാൻ ഗവൺമെന്റ് പറയാനുള്ള നിങ്ങൾ കേട്ട് നിങ്ങൾ പ്രശ്നം ഉന്നയിക്കും. ഞാൻ പറയാം. ഈ കാര്യത്തെ സംബന്ധിച്ചോളം കോടതി ഈ കാര്യത്തിൽ ഇത് പ്രോപ്പറാണ് എന്ന് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അതേസമയത്ത് സംശയ കോടതി ഉന്നയിച്ചത് 2019 ഈ കൊണ്ടുപോയത് സംബന്ധിച്ച് 4 കിലോഗ്രാം ഈ വെയിറ്റ് കാണാനില്ലാത്തപ്പോൾ സാധാരണ ഉണ്ണികൃഷ്ണന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത്. അപ്പൊ വളരെ കൃത്യമായ കാര്യങ്ങൾ 2019 കാര്യമാണ്. അതിനുശേഷമുള്ള സംഭവങ്ങളില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ തെറ്റായ രൂപത്തിലേക്ക് വ്യാഖ്യാനിച്ച് ഏതോ പുതിയ സംഭവം ഇപ്പോൾ ഉണ്ടായ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. അപ്പൊ നമുക്കറിയേണ്ടത് 1998 വിജയമല്ലിന് സമർപ്പിച്ച ഘട്ടം മുതൽ ഇതുവരെയുള്ള 2025 വരെയുള്ള മുഴുവൻ കാര്യങ്ങളും സമഗ്രമായി അന്വേഷിച്ച് കൃത്യമായി അത് വെളിയിൽ വരണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. അത് കോടതിയെ അറിയിക്കും. കോടതിയാണ് അത് സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ കേസിൽ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളുമായി മുന്നോട്ട്